ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ. കുക്കറിലേക്ക് 1/4 കപ്പ് പരിപ്പ് കഴുകിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തതും 1 തക്കാളി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയിലേക്ക് 4 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 1 ഇഞ്ചിയുടെ കഷ്ണം, 1 ടീസ്പൂണ് ചെറിയ ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ അരപ്പിലേക്ക് 3 ടീസ്പൂണ് തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും അരച്ച തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടിയതിൻ്റെ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 4 ഉള്ളിയുടെ തണ്ട് കട്ട് ചെയ്തത് അതുകൂടി എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. തേങ്ങ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് ഉള്ളിത്തണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.